ശതമുഖനുതരത്നം ഷോഡശാന്തസ്ഥരത്നം മുനിജനപരരത്നം മുനിജനജപരത്നം മുഖ്യവൈകുണ്ഠരത്നം നിരുപമഗുണരത്നം നീരജാന്തസ്ഥരത്നം പരമദവിരത്നം പാതുമാം രാമരത്നം. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി പാഹി. നമ്മുടെ ഭരതനും ശത്രുഘ്നനും ശ്രീരാമചന്ദ്രനും ഒക്കെ വനത്തിലിങ്ങനെ സങ്കടത്തോടെയും അതിൻ്റെയേറെ സന്തോഷത്തോടെയും കൂടി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടും വനത്തിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നിട്ടും അങ്ങനെ ഒക്കെയുള്ള ഒരു ഭാഗത്തിലല്ലേ നമ്മൾ എത്തിയത്. അപ്പൊ ആദരസമന്വിതം നദിയെ കടത്തി ആര്? ഗുഹനും കൂട്ടുകാരും കൂടി പുലരുന്നത് വരെ കടത്തി. അത്രയും അയോധ്യാവാസികൾ മുഴുവനും ഉണ്ടായിരുന്നല്ലോ. കുറച്ചാൾക്കാരെ കൊട്ടാരം കാവലിന് വേണ്ടി നിർത്തി. അവരുടെ സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് തന്നെ ഈ ഗതി വന്നല്ലോ. ആ മുഖാംബോജം ഒന്ന് കാണാനുള്ള അവസരമില്ലാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൊട്ടാര കാവൽക്കാരായി ഇരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം അവർക്ക് ഒരുപാട് 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 ഉണ്ടാവും. നമ്മള് കഥയിലേക്ക് കടക്കാല്ലേ. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്തു? ഭരത ശത്രുഘ്നന്മാര് പരിവ്രാജക വേഷത്തിലായിരുന്നു. അവരും ഈ ഏട്ടനും ലക്ഷ്മണകുമാരനും എങ്ങനെയുണ്ടോ അതുമാതിരിയുള്ള വേഷത്തിലാണ് ഇവര്. ഒട്ടുവസ്ത്രത്തിലും കിരീടം വെച്ചിട്ടൊന്നുമല്ല, അവരുടെ പോലെ ഏട്ടനും അന്യനും അതായത് ലക്ഷ്മണകുമാരനും എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും. അവരോടൊപ്പം ആരൊക്കെ ഉണ്ട് പറഞ്ഞാല് കൂട്ടുകാരുണ്ട്, മന്ത്രിമാരുണ്ട്, അംഗരക്ഷകന്മാരുണ്ട്, തുടങ്ങിയവരുണ്ട്. ഹൃദയത്തിൽ സീതാരാമന്മാരുടെ രൂപം വഹിച്ചുകൊണ്ടാണ് അവരങ്ങനെ നടക്കുകയെന്ന്. ഗ്രാമനിവാസികൾ ആ ജനക്കൂട്ടത്തെ കണ്ട് ഭയാദരങ്ങളോടെ നിന്നു. നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ പോയിരുന്ന സ്ത്രീകളുണ്ടല്ലോ, ഈ രണ്ട് കുമാരന്മാരെ കണ്ടിട്ട് പാത്രം അവിടെ തന്നെ വെച്ചിട്ടിങ്ങനെ പാത്രം അവിടെ തന്നെ വെച്ചു. ഇങ്ങനെ അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നുപോയി. ആരായിരിക്കാം എന്നുള്ള ഒരു ഭാവത്തിൽ നിന്നുപോയി എന്നാണ് പറയുന്നത്. രാമലക്ഷ്മണന്മാർ തന്നെയാണോന്നും തോന്നി അവർക്ക്. അപ്പൊ സീതേനെ കൂടെ കാണുന്നില്ലല്ലോ. അന്ന് രാമലക്ഷ്മണന്മാരെ ഇതേ രൂപം. ഭരതനും ശ്രീരാമചന്ദ്രനും ഏകദേശം ഒരേപോലെ എന്നാ പറയാ. അപ്പൊ സീതയെ നോക്കി കണ്ടില്ല. അപ്പൊ അവരല്ലേ ആയിരിക്കുന്നു വിചാരിച്ചു. നമ്മുടെ സീതാദേവി അന്ന് കണ്ട ആ പെൺകുട്ടിനെ കാണുന്നില്ലല്ലോടോ, എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നവര് പാവങ്ങള്. അവർ രാമനെയും ലക്ഷ്മണനെയും അന്ന് കണ്ടപ്പോൾ ആ സഹോദരന്മാർ ശാരീരികമായ ആകർഷകത്വം കൊണ്ടും അതുപോലെ തന്നെ യൗവനയുക്തരുമായിരുന്നു, സദ്ഗുണ സമ്പന്നരായിരുന്നു, ബുദ്ധിശക്തിയിൽ കേമന്മാരായിരുന്നു. അതൊക്കെ കൊണ്ട് അവർ വല്ലാതെ വളരെ 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 ശോഭിച്ചിരുന്നവര്. എന്നാൽ ഇന്ന് അവരുടെ മുഖത്ത് കനത്ത ശോകത്തിന്റെ മ്ലാനതയാണല്ലോ കാണുന്നത്. മറ്റേവര് നല്ല സന്തോഷത്തിലല്ലേ ഈ വനവാസത്തിന് വന്നത്. അതിന്റെ സന്തോഷമൊക്കെ അന്ന് അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് ഇവരുടെ മുഖത്തോ കൊട്ടാരം, ആ രാജ്യം ഭരിക്കാൻ എന്റെ തലയിലല്ലേ വെച്ചത്, എനിക്ക് വയ്യ എന്നുള്ള, എനിക്ക് എന്റെ ഏട്ടനെ ഒന്ന് കണ്ടാ മതി എന്നുള്ള ഒരു ഭാവത്തിലല്ലേ ഭരതശത്രുഘ്നന്മാര് പോന്നത്. അതുകൊണ്ട് മ്ലാനത അവരുടെ മുഖത്ത്. ഇവരുടെ വിചാരം അന്നത്തെ അവർ തന്നെയാണ് ഇത്. അതിനാൽ അന്ന് ഈ വഴി പോയവരായിരിക്കൂല എന്നൊരു തോന്നൽ വന്നു. അന്ന് ഒരു സ്ത്രീ വാദിച്ചു, അല്ല അപ്പൊ അന്ന് വന്നവരൊന്നും അല്ല ഇത്, അവര് ഇങ്ങനെയല്ല. എന്തൊരു സന്തോഷമായിരുന്നു അന്ന് അവരുടെ മുഖത്ത്. ഇന്നിപ്പോ എന്തിനിങ്ങനെ മുഖം ഇങ്ങനെ വാടാൻ കാരണം? ആ പെൺകുട്ടീനെ കൂടെ കാണുന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അത് രാജകീയ സംഘത്തിലത്തെ ഒരു ചാരൻ ഇവരുടെ സംഭാഷണം കേട്ടു. ഇത് ഭരതനെ രഹസ്യമായി അറിയിക്കുകയും ചെയ്ത ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങ് ശ്രീരാമചന്ദ്രനാണെന്ന് തന്നെയാണ് ഇവര് വിചാരിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോ ഭരതനുള്ള സന്തോഷം പറയാനുണ്ടാവില്ലല്ലോ. ഒരു രാമന്റെ സഹോദരന്മാരാണെന്നും രാമദർശനത്തിനായി അവർ പോവുകയാണെന്നും താമസിയാതെ അവർ മനസ്സിലാക്കി. ഈ വിവരം കേട്ട സമയത്ത് പരുക്കൻ സ്വഭാവക്കാരി ഒരു സ്ത്രീക്ക് കോപമായി. അവൾ ചോദിച്ചു, ദേഷ്യമൊന്നും എത്തിക്കുക, നമുക്ക് അന്നെങ്കിലും അങ്ങനെയല്ലേ, അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നമുക്കാരും ദേഷ്യവും സങ്കടമൊക്കെ ഒന്നരപ്പാടെ വരും. അത് കുറച്ച് പരുക്കൻ സ്വഭാവം ഒരു സ്ത്രീ ഉണ്ടായിരുന്ന കൂട്ടത്തില് അവർക്ക് അങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. ദേഷ്യം അവര് പറയുന്നു, അച്ഛൻ കൊടുത്ത സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തെ നോക്ക്, തന്റെ ജ്യേഷ്ഠന്റെ ദർശനത്തിന് സായുധ സേനയോടുകൂടി പോകുന്നു, ലജ്ജയില്ലേ ഇദ്ദേഹത്തിന് എന്നാണ് ചോദിച്ചത്. ഈ ഘട്ടത്തിൽ മറ്റൊരുത്തി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരി അങ്ങനെ പറയല്ല കേട്ടോ,
നമ്മുടെ ദശരഥ ചക്രവർത്തിക്ക് അത്തരം കഠിനഹൃദയരായ സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. അദ്ദേഹം സൈന്യവുമായി രാമസമീപം പോകുന്നത് രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ടായിരിക്കും. രാജകീയ ബഹുമതികളോട് രാമനെ കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും ഇവർ വരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ കൂട്ടത്തിൽ പറഞ്ഞു. അതിലുണ്ടല്ലോ അമ്മേനെ പറ്റാലും രണ്ടു പക്ഷം എന്ന് പറയുന്നത് മാതിരി. മൂന്നാമതൊരുവൾ പറഞ്ഞു, ഈ അഭിപ്രായം സ്വീകരിക്കുന്നതിന് പ്രഖ്യാപനം, ഇതാണ് ശരിയെന്ന് പറഞ്ഞു. അതെ അതെ, ഭൂമിയിൽ ഏതൊരു മാളത്തിൽ ഏതൊരു പാമ്പാണുള്ളതെന്ന് ആർക്കറിയാം? ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി മറ്റൊരാൾക്കൊന്നും പറയാനാവില്ല. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്ന ഉദ്ദേശവും വികാരത്തെയും ആർക്ക് പരിശോധിക്കുവാനാകും? ആർക്കും പറ്റില്ല. അത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ രാമൻ സത്യത്തെ അചഞ്ചലമായി അവലംബിക്കുന്ന ആളാണ്. ആരെവിടത്തോട് അഭ്യർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ശരി, കാല് പിടിച്ചാലും ശരി, അദ്ദേഹം 14 സംവത്സരത്തേക്ക് നാട് കടത്തപ്പെട്ട നിലയിൽ അത്രയും കാലം കാട്ടിൽ കഴിച്ചുകൂട്ടിയല്ലാതെ രാമൻ അയോധ്യയിലേക്ക് മടങ്ങുകയില്ല. ഇതെന്റെ വിശ്വാസമാണ്. ഇപ്പം ഇതിനടക്ക് കാണുന്നത്ര ഭഗവാനാ. എന്നിട്ടാണ് അവർക്ക് ആ രാമനെ കുറിച്ചിട്ട് ഓരോരു അഭിപ്രായം വന്നത്. കണ്ടോ, എന്റെ വിശ്വാസമാണെന്നാ പറയുന്നത്. ഈ വിധം അവർ തങ്ങളുടെ ഉത്കൃഷ്ടമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഗ്രാമീണ വനിതകളുടെ ഈ സംഭാഷണം ചാരന്മാർ ഭരതനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഈ ലോകപരിചയം കുറഞ്ഞ സ്ത്രീകൾ പോലും രാമന്റെ മഹത്വത്തെപ്പറ്റി ഇത്രയും അത്ഭുതകരമായ വിധം ആധികാരികമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഭരതൻ വളരെ 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 സന്തോഷമായി. അങ്ങനെ ഭരതശത്രുഘ്നന്മാർ സ്വന്തം വിനയത്തെയും ഭ്രാതൃഭക്തിയും സംബന്ധിച്ചുള്ള പ്രശംസകൾ കേട്ടുകൊണ്ട് സഞ്ചരിക്കുകയാണ്. തങ്ങളുടെ മനസ്സ് അവർ എപ്പോഴും രാമനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയിരുന്നു. അതിൽ നിന്ന് മാറാൻ വിട്ടിട്ടില്ല. ഈ മനസ്സിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും വേറെന്തെങ്കിലും ചിന്തിക്കാനും വിട്ടിട്ടില്ല എന്നവർ രാമന്റെ തന്നെ. മുന്നോട്ട് പോകുന്തോറും അനേകം ബ്രാഹ്മണരെയും തപസ്വികളെയും സന്യാസിമാരെയും മറ്റനേകം പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടുകയുണ്ടായി. രാമനെയും അവിടുത്തെ സദ്ഗുണങ്ങളെയും കീർത്തിക്കുന്ന സന്തോഷകരമായ ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു അവരൊക്കെ. ഭരതൻ അവരെ നമസ്കരിച്ചു. അവർ വരുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു. ഹർഷോന്മാദത്തിന്റെ ഉയർന്നു വരുന്ന അലകൾ നിയന്ത്രിക്കാൻ ആ പുണ്യാത്മാക്കൾ വളരെ പണിപ്പെട്ടു. ഉത്തരം പറയുവാൻ അവർക്ക് അവസാനം ശബ്ദം സ്വാധീനമായി. ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഔത്സുക്യപൂർവമായ പ്രതീക്ഷയോടുകൂടി ഭരതൻ അവരെ വീക്ഷിച്ചു. തങ്ങൾ സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ദർശനം ലഭിച്ചു കഴിഞ്ഞിട്ട് മടങ്ങുകയാണെന്ന് അവർ പറഞ്ഞപ്പോൾ ഭരതനും ശത്രുഘ്നനും അവരെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരാൾ കണ്ടു കഴിഞ്ഞാലേ ഒരു നമസ്കാരം. അവരുടെ കവിൾത്തടങ്ങളിലൂടെ ആനന്ദ ബാഷ്പങ്ങനെ ഒഴുകി. ഭരതൻ പറഞ്ഞു, ഓഹോ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, പറയൂ. രാമദേവൻ എത്ര ദൂരെയാണുള്ളതെന്ന് പറയൂ. അവരെവിടെയാണുള്ളത്? സന്യാസിമാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി അവർ അന്വേഷിച്ചു. കുറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ തന്നെ അവരോടൊപ്പം ആ രാത്രി കഴിച്ചുകൂട്ടോ തീരുമാനിച്ചു. കുറേ പോയാലേ കാണുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഇവരെന്ത് ചെയ്തു? അപ്പം ഇന്ന് ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, പ്രഭാതത്തിലെ പോവാലോ എന്ന് വിചാരിച്ചു. പ്രഭാതമായി. തങ്ങൾ ചിത്രകൂടാചലത്തിന് വളരെ അടുത്താണുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. രാമനെയും ലക്ഷ്മണനെയും സീതാമാതാവിനെയും കാണാനുള്ള തീവ്രതയിൽ അവർ ഇരട്ടി വേഗത്തിൽ യാത്ര തുടങ്ങി. രാത്രിയത്തെ വിശ്രമം കൊണ്ട് കുറച്ചുകൂടി ശരീരത്തിനും മനസ്സിനും ഒരു സന്തോഷം, സമാധാനം കിട്ടിയിട്ടുണ്ടാവും. മധ്യാഹ്നമായപ്പോൾ യാത്രാസംഘം മന്ദാകിനി നദിയുടെ മർമ്മര ശബ്ദം കേട്ടു തുടങ്ങി. ചിത്രകൂട ശിഖരം വ്യക്തമായി കാണുവാനും കഴിഞ്ഞു. ചിത്രകൂട ശൃംഗം കാണാറായ സമയത്ത് അവർ അവിടുന്ന് തന്നെ നമസ്കാരം ചെയ്തു. പോരെ, എഴുന്നേറ്റ് നിന്നു. പുതുശക്തിയോടുകൂടി അവർ മുമ്പോട്ട് നടന്നു. അത്യന്തം തളർന്നു പോയത് മൂലം നിരാശപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ആനയുടെ ശക്തി കൈവന്നതായി അനുഭവപ്പെട്ടു. അവർ അതിവേഗം നടന്നു. തങ്ങളുടെ ശാരീരിക സ്ഥിതിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചതേയില്ല. കാലൊക്കെ എണ്ണയിലിട്ട പപ്പടം പോലെ പൊള്ളിയിട്ടാണ് ഉള്ളത് ആ ഭരതകുമാരന്. എന്നിട്ടും ഏട്ടനിൽ ഒരു വിചാരം മനസ്സിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും വിചാരം പോയിട്ടില്ല. എന്നാലും ആ പർണശാല എവിടെയാണ് എന്ന് ആ പർവ്വതത്തിനെ കാണുമ്പോൾ തന്നെ, ചിത്രകൂടാദ്രി കാണുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. അതിവേഗം നടന്നു. ഒന്നും ശാരീരിക സ്ഥിതി സംബന്ധിച്ചതേയില്ല. പല്ലക്ക് ചുമന്ന പൊട്ടി ചോരയൊലിച്ചിരുന്ന കാലടികളോടുകൂടി മുന്നോട്ട് നീങ്ങിയവർ ജയ 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 രാമചന്ദ്ര, ജയ ജയ രാമചന്ദ്ര എന്ന ചൈതന്യദായകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടും രാമനാമം ഉച്ചരിച്ചുകൊണ്ടും മുന്നേറിയപ്പോൾ വല്ലാത്തൊരനുഭൂതി ഉണ്ടായിന്നാ പറയുന്നത്. പുതിയതായിട്ടൊരു ശക്തി, ഒരു തേജസ് അവർക്ക് കിട്ടി. അന്ന് പ്രഭാതത്തിന് മുമ്പ് തന്നെ രാമൻ ഉണർന്നിരുന്നു. അതെന്നറിയില്ല.
അന്ന് മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ കൂടെ പിതാവിനെ കുറിച്ച് ഓർക്കുന്നതായി രാമൻ സീതയോട് പറഞ്ഞു. എന്തേ അറിയില്ല സീത, എനിക്ക് ഇന്ന് അച്ഛൻ്റെ തന്നെ വിചാരം. കുറേ പ്രാവശ്യമായി ഞാൻ അച്ഛനെ തന്നെ ഇന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭാര്യയോട് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് സീത പറഞ്ഞു, പ്രഭു, ഞാൻ സ്വപ്നം ഒരിക്കലും കാണാറില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ ഇന്നലെ രാത്രി എനിക്ക് അത്ഭുതകരമായ ഒരു സ്വപ്നം ഉണ്ടായി. അതൊരു സ്വപ്നമേ ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങയുടെ വിരഹം ഹേതുവായി ഭരതനും ശത്രുഘ്നനും വളരെ മെലിഞ്ഞ് ദുർബലരായി തീർന്നതായി ഞാൻ കണ്ടു. അങ്ങില്ലാതൊരു നിമിഷം പോലും അയോധ്യയിൽ കഴിയുന്നത് അസാധ്യമായതുകൊണ്ട് അവർ അയോധ്യയിലെ പൗരന്മാരോടുകൂടി മാത്രമല്ല കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ രാജ്ഞിമാരോടും കൂടി സംഭവിക്കുന്നതാണ് സീതാദേവി സ്വപ്നം കണ്ടത്. നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നും ഞാൻ സ്വപ്നം കണ്ടു പ്രഭു. ഈ അനുഭവം വർണ്ണിക്കുമ്പോൾ സീതാദേവിയുടെ നേത്രങ്ങൾ നിറഞ്ഞിരുന്നു. രാമൻ ലക്ഷ്മണനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സീതക്കുണ്ടായ സ്വപ്നം നീ കേട്ടില്ലേ? ലക്ഷ്മണ, കേട്ടില്ലേ ഉണ്ണി? ഇത് ശുഭവാർത്തയല്ല. കാരണം സീത സ്വപ്നത്തിൽ മറ്റുള്ളവരെല്ലാം കണ്ടു. ഞാൻ എന്റെ സ്വപ്നത്തിൽ അച്ഛനെ മാത്രം കണ്ടു. ഒരു ദുശകുനമാണെന്ന് എനിക്ക് തോന്നുന്നു. വരൂ, നമുക്ക് സ്നാനം ചെയ്യാം. അത് നല്ലതാണ്. അങ്ങനെ അവർ 3 പേരും നദിയിൽ കുളിക്കാൻ പോയി. ആ ഘട്ടത്തിൽ പക്ഷികൾ കൂട്ടമായി കുറുകെ ആകാശത്തിൽ പറന്നു. വടക്കൻ പ്രദേശം കനത്ത പൊടിപടലം കൊണ്ട് അന്ധകാരമയമായി. അനേകം പക്ഷികളും മൃഗങ്ങളും വിരണ്ട് പല ഭാഗങ്ങളേക്കുമായി പറക്കുകയും ഓടുകയും ചെയ്തു. അവര് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊടിപടലം. ഈ അസാധാരണ സംഭവം കൊണ്ട് ലക്ഷ്മണൻ എന്തെന്നറിയാൻ വലിയൊരു മരത്തിൽ കയറി നോക്കി. കാലാളുകളും ആനകളും കുതിരകളും ഈ രാജകുമാരൻ വെണ്ണ ഉരുകിപ്പോവോ എന്നുള്ള മാതിരി വെണ്ണനെയ് പോലെ പരിപാലിച്ചു വന്ന ലക്ഷ്മണകുമാരൻ എന്ന മരത്തിൽ കയറുന്നു. ഇത്രയും ഗംഭീരമായ ഒരു സൈന്യം തങ്ങളുടെ ഭാഗത്തേക്ക് നീങ്ങി വരുന്നത് അദ്ദേഹം കണ്ടു. അതിന്റെ തലവനായ ഒരു രാജാവ് ഉണ്ടാകുമെന്ന് അദ്ദേഹം മോഹിച്ചു. അദ്ദേഹം രാമനെ വിവരം അറിയിച്ചു. അത് സീതക്കുണ്ടായ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് സീത ഇന്നലെ സ്വപ്നം കണ്ടില്ലേ, അതന്നെ ഇവിടെ ഇപ്പൊ നടക്കാൻ വന്നതെന്ന് ഭഗവാൻ പറഞ്ഞു. ശ്രീരാമചന്ദ്ര പ്രഭു ഏറ്റവും വേഗം പർണശാലയിലേക്ക് പോകണമെന്ന് രാമൻ ഉപദേശിച്ചു. ഇതിനിടയിൽ വനത്തിലെ ഭിലന്മാരും കിരാതന്മാരും മറ്റു വനവാസികളും രാമസന്നിധിയിലേക്ക് ഓടി വന്നു. ക്രമീകൃതമായ ഒരു സൈന്യം മുന്നോട്ട് വരുന്നുണ്ടെന്നും അത് നയിക്കുന്ന രാജകീയ നേതാവിന്റെ രഥത്തിൽ ആൽമരം അടയാളമായുള്ളൊരു കൊടിയുണ്ടെന്നും കിതച്ചു കൊണ്ടവർ അറിയിച്ചു. സീതയും രാമനും ലക്ഷ്മണനും അത് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഭരതനല്ലാതെ മറ്റാരുമല്ലെന്ന് അനുമാനം ഉറപ്പിക്കുകയുണ്ടായി. അവർക്കതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്റെ അനുജൻ തന്നെയാണ് ഭഗവാൻ തീരുമാനിച്ചു. ആ സമയത്ത് ലക്ഷ്മണൻ ക്രോധം കൊണ്ട് വറക്കാൻ നെയ്യാത്തപ്പോഴും ദേഷ്യം മുൻപിൽ പിന്നിൽ ആലോചിക്കുലേ കുട്ടി. രാമനെ ദർശിക്കാൻ വരുമ്പോൾ എന്തിനീ പൂർണ്ണ ബലമുള്ള സൈന്യത്തെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. ആ ദുഷ്ടയുണ്ടല്ലോ അവന്റെ അമ്മ രാമനെ വനസങ്കേതത്തിൽ ആരുമില്ലാത്ത നിലയിൽ ആക്രമിക്കുക, അദ്ദേഹം വനവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് ഭരണം ഏറ്റെടുക്കാൻ ഇടയില്ലാത്ത വിധം വകവരുത്തുകയും ചെയ്യണമെന്ന കുതന്ത്രം ഭരതൻ ഉപദേശിച്ചു കൊടുക്കുകയും ഭരതനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം ജ്യേഷ്ഠ എന്ന് മനസ്സിൽ വിചാരിച്ചു. പറഞ്ഞെങ്കിൽ അടികിട്ടും. തിളച്ചുയരുന്ന ജ്വാലകൾ അദ്ദേഹത്തെ വിഴുങ്ങിയ മട്ടായിരുന്നു. ചുട്ടു പഴുത്ത കൽക്കരി കനൽ പോലെ ആയിത്തീർന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ വാൾകൊണ്ട് തറക്കുന്ന പോലെ നിശ്ചിതമായി തീർന്നു. ലക്ഷ്മണനിൽ വന്ന ഈ മാറ്റം രാമൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണൻ അടങ്ങ്, എന്തിനീ ക്ഷോഭം? ക്ഷുഭിതനാകാതെ ശാന്തനായി കൂട്ടി. ഭരതൻ സദ്ഗുണശാലിയാണ്. അവന്റെ സ്നേഹം അമേയവും. പൊയ്കക്ക് താമര എന്ന പോലെ അവൻ ഇക്ഷ്വാകു രാജവംശത്തിന് തിളക്കം കൂട്ടുകയാണ്. ഇത്രയും പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവുമായ ഒരാളെ ദുഷിക്കുന്നത് ശരിയല്ല ഉണ്ണി, ഏട്ടൻ പറഞ്ഞു അന്യനോട്. ഇങ്ങനെ ഭരതനെ കുറിച്ച് ശരിയായ വിവരം വെളിപ്പെടുത്തി ലക്ഷ്മണന്റെ തിളച്ചു വരുന്ന ക്രോധം ശമിപ്പിക്കുവാൻ രാമന് കഴിഞ്ഞു. ഉടനെ താൻ ഭ്രാതാവായ ശത്രുഘ്നോടും പരിജനങ്ങളോടും അനുയായികളോടും ഒന്നിച്ച് രാമന്റെ ദർശനം കാക്ഷിക്കുന്നു എന്ന സന്ദേശം ചില കാട്ടുജാതിക്കാർ വഴി ഭരതൻ രാമൻ എത്തിക്കണ്ടായി. ഈ സന്തോഷ വാർത്ത കേട്ട് രാമൻ ആഹ്ലാദം കൊണ്ടു. ഹേമന്തകാലാന്ത്യത്തിലെ തടാകങ്ങളെപ്പോലെ അദ്ദേഹത്തിന്റെ നയനങ്ങൾ സജലങ്ങളായി. തിടുക്കത്തിൽ കുളി കഴിഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും പർണശാലയിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ പർണശാലയിലെത്തിയപ്പോൾ ഭരതൻ അവരെ കണ്ടു. പ്രാണവേദന കൊണ്ട് ഭരതന്റെ മനസ്സ് പിളർന്നു പോയി. എന്തൊരു കോലമായി എന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു കോലമാണ് ഇതെന്റെ ഏട്ടന്റെ. അച്ഛന് വേദന കൊണ്ട് അദ്ദേഹം രാമാന്നും വിളിച്ച് ഉറക്കി നിലവിളിക്കാണ്. സ്ത്രീകൾ പോലും ഇങ്ങനെ നിലവിളിക്കൂല. ഓടി വന്ന് രാമപാദങ്ങൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഉച്ചത്തിന് കരഞ്ഞു.
തങ്ങൾ വേർപെട്ടത് മൂലം ഭരതൻ അനുഭവിക്കുന്ന കഠിനവേദന ലക്ഷ്മണൻ കണ്ടു. അദ്ദേഹം ഭരതന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് താൻ വിലയിരുത്തിയത് വളരെ തെറ്റിപ്പോയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതാണ് തന്നെത്താൻ അറിഞ്ഞില്ലേ പിന്നെ താൻ അറിയും. അദ്ദേഹം ഉള്ളിൽ തീവ്രമായി പശ്ചാത്തപിച്ചു. ശോകഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ തല കുനിഞ്ഞു. അദ്ദേഹം ഭരത ശത്രുഘ്നന്മാരോടൊപ്പം ധാരാളം കണ്ണുനീർ വാർത്തു. എല്ലാവരും കരഞ്ഞു. രാമൻ സഹോദരന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരുടെ വികാരങ്ങൾ ശാന്തമാക്കാനും ദുഃഖം ശമിപ്പിക്കാനും ശ്രമിച്ചു. അപ്പോഴേക്കും രാജ്ഞിമാരായ കൗസല്യയും കൈകേയും സുമിത്രയും മന്ത്രിമാരും കുലഗുരു വസിഷ്ഠനും എന്ന് വേണ്ട പണ്ഡിതന്മാരും പൗരന്മാരും സേനാംഗങ്ങളും രാമന്റെ സമീപം വന്നു. രാമദർശനത്തിൽ ദുഃഖത്തിനും സന്തോഷത്തിനും അവർ അധീനരായി. പുൽക്കുടിലിന് സമീപം താപസവേഷത്തിൽ രാമനെ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ദുഃഖം തുടച്ചു മാറ്റുവാൻ കുറെ കാലത്തെ വിരഹത്തിന് ശേഷം തങ്ങളുടെ പ്രിയങ്കരനായ രാജകുമാരനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് കഴിഞ്ഞില്ല. കരയെന്ന് ചെയ്തു. അവര് ദുഃഖത്തിന്റെയും കൃതജ്ഞതയുടെയും ബാഷ്പങ്ങൾ തൂകി അവർ വിലപിച്ചു, പുലമ്പി. അവരുടെ പൊട്ടിത്തകർന്ന ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രാമാ രാമ 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 രാമചന്ദ്ര പ്രഭു, ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്ര എന്ന രോദനം ഭൂമിയുടെയും ആകാശത്തിന്റെയും അനന്ത വിസ്തൃതിയിൽ അതിവേഗത്തിൽ വ്യാപിച്ചു. രാമൻ അവരോട് മൃദുവായും മധുരമായും സംസാരിച്ചു. വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. അനന്തരം അദ്ദേഹം അമ്മമാരുടെ സമീപം ചെന്നു. ദൗർഭാഗ്യത്തിന്റെയും ദുരിതത്തിന്റെയും ആ ചിത്രങ്ങൾ നോക്കാൻ രാമനായില്ല. രാമന് ആ രംഗം സഹിക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ച ആപത്തിനെ സംബന്ധിച്ച അവബോധം അദ്ദേഹത്തിനുണ്ടായി. ഉടനെ തന്നെ സ്വയം സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു അദ്ദേഹം. ശ്രീരാമചന്ദ്രൻ പിതാവ് അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു. പക്ഷേ ക്ഷണം തന്നെ ശോകവിമുക്തനായി. ലക്ഷ്മണനടുത്ത് വിളിച്ചു അദ്ദേഹത്തെ വസ്തുത അറിയിച്ചു. നമ്മുടെ അച്ഛൻ നമ്മുടെ കാട്ടിൽ വന്നത് മൂലം പോയി കുമാര, സ്വർഗത്തിലേക്ക് പോയി എന്ന് അനുജനോട് പറഞ്ഞു. കാര്യങ്ങൾ കുറെ കൂടി പൂർണ്ണമാക്കി അദ്ദേഹം രാജവംശത്തിന്റെ മന്ത്രിയായ സുമന്ത്രരെ വിളിച്ചു. ഈ വസ്തുതകളും അയോധ്യയുടെ ഭരണപരമായ കാര്യങ്ങളും ലക്ഷ്മണൻ വിശദീകരിച്ചു കൊടുക്കാനേ അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ സുമന്ത്രൻ ദുഃഖഭാരം സഹിക്കാനാവുന്നില്ല. വീണുപോയി സുമന്ത്രര്. എഴുന്നേൽക്കാൻ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം കരച്ചിലിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മണ, ഇനി നമുക്ക് ദശരഥൻ എവിടെയാണ് ഉണ്ടാവുക? രാമനിൽ നിന്നും സീതയിൽ നിന്നും മങ്ങയിൽ നിന്നും വേർപെട്ടത് കൊണ്ടുണ്ടായ ദുഃഖത്തിന്റെ അഗ്നിജ്വാലകളാൽ അദ്ദേഹം ഭസ്മീകരിക്കപ്പെട്ടു കുമാര. അയോധ്യ കാടായി തീർന്നിരിക്കുന്നു. അവിടെ എവിടെ നോക്കിയാലും ദുഃഖമേ കാണാനുള്ളൂ. അവിടെ കേൾക്കുന്നതെല്ലാം വിലാപമാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും കൂടി നിങ്ങൾ വിട്ടുപോയപ്പോൾ ജീവത്യാഗം ചെയ്യുകയുണ്ടായി. അവശേഷിച്ചവരെല്ലാം നിങ്ങളെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ജീവൻ നിലനിർത്തുകയാണ് കുമാരന്മാരെ. ഇത് കേട്ട് ലക്ഷ്മണൻ കണ്ണുനീരൊഴുക്കി മറുപടിയൊന്നും പറയാൻ കഴിയാതെ മരപ്പിച്ചു പോലെ നിന്നു, സാലഭഞ്ജിക പോലെ. ഒരു വാക്കം മിണ്ടാതെ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, ഇത്രയും ഭയങ്കരമായ വിപത്ത് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല ചേട്ട. നമുക്ക് നമ്മുടെ പിതാവിനെ അവസാന നിമിഷങ്ങളെ കാണാൻ കഴിഞ്ഞതുമില്ലല്ലോ. സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് വ്യസനിച്ചുകൊണ്ട് യാതൊരു ലാഭവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ണി? പോയത് പോയില്ലേ, നമ്മുടെ അച്ഛന് അങ്ങനെയായിരിക്കും യോഗം. അത് അച്ഛനെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടൂല. ഭൗതിക ശരീരങ്ങൾ ജലത്തിലെ പോളകളെ പോലെ നശ്വരങ്ങളാണ്. അവ പൊട്ടിത്തകർന്ന് അപ്രത്യക്ഷമാവേണ്ടവയാണ്. ഇന്നല്ലെങ്കിൽ നാളെ. പല ധാർമ്മിക തത്വങ്ങളെ പറ്റി രാമൻ പറഞ്ഞു മനസ്സിലാക്കി. ഒടുവിൽ ചടങ്ങുകൾ അനുഷ്ഠിക്കാനായി 2 സഹോദരന്മാരും നദീതീരത്തിലേക്ക് പോയി. ഇതിനിടെ സീത എന്ത് ചെയ്തു? ഭർത്തൃമാതാക്കളുടെ സമീപം നിന്ന് അവരെ ഭക്തി ബഹുമാനങ്ങളോടെ അവരുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. അനന്തരം കുലഗുരുവിന്റെ പത്നിയുടെ മുമ്പിലും അവർ നമസ്കരിച്ചു. അയോധ്യയിൽ നിന്ന് വന്ന സ്ത്രീകളെ സീത കണ്ട് യഥാർത്ഥമായ പരിഗണനയോടുകൂടി അവരോട് പെരുമാറി. മധുരമായ സ്വാഗതം കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു. രാജ്ഞിമാര് സീതയെ കണ്ടപ്പോൾ ഉച്ചത്തിൽ വിലപിച്ചു. അയോധ്യയിൽ നിന്നും എത്തിയ സ്ത്രീകൾ തങ്ങളുടെ സുന്ദരിയായ രാജകുമാരിയുടെ സ്ഥിതി കണ്ട് ദുഃഖാധീനരയം. സങ്കടം ഒതുക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം അവര് സങ്കട കടലിലായിപ്പോയി. ദശരഥ ചക്രവർത്തി ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സീത പറഞ്ഞു, എന്തൊരു വലിയ ദൗർഭാഗ്യമാണല്ലേ ഞങ്ങളുടേത്. ഞങ്ങളുടെ വിരഹം പൊറുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചക്രവർത്തി ചരമഗതി അടഞ്ഞത്.
എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞിമാരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും സീത നമസ്കരിച്ചു. ദശരഥന്റെ ദേഹവിയോഗത്തെ സംബന്ധിച്ച വാർത്ത തന്റെ ഹൃദയത്തിന് അശനിപാതം പോലെയാണെന്ന് സീതക്ക് തോന്നി. സംഭവങ്ങളുടെ ഈ ഗതിമാറ്റത്തെ കുറിച്ച് പറഞ്ഞ് രാജ്ഞിമാരും സീതയും വളരെ നേരം കരഞ്ഞു. അത്ര നേരം 3 ആള് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സീതയും കൂടി അവരോട് കാര്യം 4 പേരും കരച്ചിലേ കരച്ചിൽ. ഒരാൾക്കും വന്ന് ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ കഴിഞ്ഞില്ല. ആ രാവും പകലും മുഴുവനും ദുഃഖത്തിൽ കഴിച്ചുകൂട്ടി. അച്ഛന് വേണ്ടിയിട്ട് ഒരു ദിവസം വ്രതം ആചരിച്ചു. സൂര്യൻ ഉദിച്ചുയർന്ന സമയത്ത് അന്തരിച്ച പിതാവിന് ശേഷക്രിയ ചെയ്യാൻ വസിഷ്ഠൻ രാമന് നിർദ്ദേശം കൊടുത്തു. ശാസ്ത്രോക്തികൾ അണുപോലും പിഴക്കാതെ നിഷ്കൃഷ്ടമായ രീതിയിൽ തന്നെയാണ് അതെല്ലാം നിർവഹിച്ചത് രാമചന്ദ്രൻ. ഗംഗയിലെയും യമുനയിലെയും ഗോദാവരിയിലെയും സരസ്വതിയിലെയും നർമ്മദിയിലെയും സിന്ധുവിലെയും കാവേരിയിലെയും പുണ്യജലം ഈ പാത്രത്തിൽ വന്നു ചേർന്നതിലെ ജലം പവിത്രീകരിക്കട്ടെ. അതാണ് പുണ്യാഹമന്ത്രം. ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. 7 സമുദ്രങ്ങളുടെയും പേര് പറഞ്ഞിട്ട് മന്ത്രം ജപിച്ച് ഈ പാത്രത്തിൽ ഈ വെള്ളം ആ 7 സമുദ്രത്തിലും വെള്ളം ഇതിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജലപവിത്രീകരണ മന്ത്രം ശ്രീരാമൻ തന്നെ ഉച്ചരിക്കാൻ കർമ്മം പരിശുദ്ധവും പൂർണ്ണവും ഫലപ്രദവുമായി പരിണമിച്ചു. കുലഗുരു, അതുപോലെ മന്ത്രിമാര്, രാജ്ഞിമാര്, അയോധ്യയിലെ പൗരന്മാർ എന്നിവർ 2 ദിവസം മുഴുവനും രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും കൂടെ കഴിഞ്ഞു. വന്നു വേഗം പോവല്ല, കൂടി ഇവരുടെ 2 ദിനങ്ങൾക്ക് ശേഷം രാമൻ കുലഗുരുവിനോട് പറഞ്ഞു, ഗുരു, അയോധ്യയിലെ പൗരന്മാർ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കാനില്ലാതെ, ഫലമൂലങ്ങളില്ലാതെ, മറ്റൊന്നും കഴിക്കാനില്ലാതെ അവർ വിഷമിക്കുന്നുണ്ട്. ഭരതശത്രുഘ്നന്മാരെയും അമ്മമാരെയും കാണുമ്പോൾ എനിക്ക് ഓരോ നിമിഷവും ഒരു യുഗമായി തോന്നുന്നു ഗുരുനാഥ. അതുകൊണ്ട് നിങ്ങളെല്ലാം അയോധ്യയിലേക്ക് പെട്ടെന്ന് മടങ്ങണം, അതാണ് നല്ലത്. ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല. ചക്രവർത്തി സ്വർഗം പ്രാപിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ ആരുമില്ല. ഏറ്റവും നല്ലത് എന്താണോ അതുപോലെ പ്രവർത്തിക്കുക. ഈ വാക്കുകളോടെ രാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു. ഇങ്ങനെ പറഞ്ഞു. വസിഷ്ഠൻ മറുപടി പറഞ്ഞു, രാമ, രഘുവംശ പ്രഭു, എന്താണ് ഇങ്ങനെ പറയുന്നത്? കുമാര, നിന്നെ കൺകുളിർക്കെ നോക്കിയിരിക്കാൻ ഭാഗ്യം ഉണ്ടായതിൽ എത്ര സന്തുഷ്ടരും സംതൃപ്തരുമാണ് അവരെന്ന് മനസ്സിലായിട്ടില്ലേ? തങ്ങൾ തിരിച്ചു പോകാൻ രാമൻ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ കേട്ടപ്പോൾ ഓരോരുത്തരും നടുക്കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ടു പോയ തോണിയെപ്പോലെ അവരുടെ കൂടെ നിൽക്കാമെന്നതാണ്. പക്ഷേ തങ്ങൾക്ക് വേണ്ടി കുലഗുരു വാദിക്കുന്നത് കേട്ടപ്പോൾ അനുകൂലമായ കാറ്റിൽ തോണി നീങ്ങുന്നത് പോലെ അവരും കുറച്ച് സ്വസ്ഥരായി. ദിവസം 3 നേരം മന്ദാകിനി സ്നാനം ചെയ്യാനുള്ള ഭാഗ്യവും കാട്ടിൽ നിന്ന് തങ്ങൾ തന്നെ പ്രയത്നിച്ചു ശേഖരിക്കുന്ന ഫലമൂലങ്ങളായ സരളമധുരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ജീവിതവും അവയ്ക്കെല്ലാം പുറമെ സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും രൂപങ്ങളെ കണ്ടുകൊണ്ടും രാമന്റെ വിശ്വാസത്തിലേക്കും പരിശുദ്ധിയിലേക്കും നയിച്ചു. ആത്മീയമായി ശക്തിപ്പെടുത്തുന്നവയും അപാതചൂടും ആസ്വാദ്യമായവയും ആയ വാക്കുകളെ കൊണ്ട് കാത് നിറച്ചു. കഴിഞ്ഞുകൂടുന്നതും ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു പോവുക എന്ന ചിന്ത അവരുടെ മനസ്സ് തള്ളിക്കളഞ്ഞു. നമ്മളൊന്നും പോകുന്നില്ല, പോകാൻ വിചാരിച്ചിട്ടേയില്ല, ഇവിടെ കൂടും രാമന്റെ കൂടെ. അത് തന്നെ നമുക്കിതൊക്കെ മതി. ഈ ഫലമൂലങ്ങൾ മതി. നമുക്ക് കുളിക്കാൻ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ഇന്നത്തെ മാതിരി പ്ലാസ്റ്റിക് ഒന്നും അല്ല അന്നത്തെ വെള്ളത്തില്. നിർമ്മലമായ വെള്ളം, ഏത് നദിയിലായാലും വെള്ളം കോരി കുടിക്കാം, കുളിക്കാം. ഭർത്തൃമാതാക്കളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടും അവരെ ശുശ്രൂഷിക്കാനുള്ള ഔത്സുക്യം കൊണ്ടും സീത അവരെ പരിചരിക്കുന്നതിൽ ഏർപ്പെട്ടു. അവർ അമ്മമാരെ സമാശ്വസിപ്പിക്കുകയും സന്തുഷ്ടരാക്കുകയും ചെയ്തു. ഒന്നിനും ഒരു കുറവും വരാതെ താൻ എത്ര സന്തുഷ്ടയാണ് വനത്തിൽ ദിവസങ്ങൾ കഴിക്കുന്നെന്ന് സീത അവരോട് പറഞ്ഞു. സീതയുടെ സഹനശക്തിയും സാമർഥ്യവും കണ്ട് അമ്മമാർ അത്ഭുതപ്പെട്ടു. എത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ആനന്ദം അനുഭവിക്കാനുള്ള അവരുടെ കഴിവിനെ കുറിച്ച് ചിന്തിച്ച് രാജ്ഞിമാർ വളരെ സന്തോഷിച്ചു. സീത തന്റെ കഷ്ടപ്പാടുകൾ എത്ര ധീരതയോടുകൂടിയാണ് നേരിടുന്നതെന്ന് കണ്ടപ്പോൾ അവർ സ്വന്തം ദുഃഖം പ്രയാസം വിനാശിച്ചു. ഇതിലൊരു കാര്യം എന്താ, കേകയത്തിൽ പോന്ന സമയത്തും ആ പുത്രവധുക്കൾ കൂടെ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ 2 പെൺകുട്ടികളുടെ കാര്യം പറയുന്നില്ല. അവര് കൂടെ ഉണ്ടാവുന്നില്ല കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവരെ കണ്ടു, സീതയുടെ സഹോദരിമാരല്ലേ, അവരെ കണ്ടു എന്നുള്ളത് ഇതുവരെ ഒന്നും പറയുന്നുണ്ടായിട്ടില്ല. അതെന്തെന്നറിയില്ല. ഭരതൻ രാത്രിയിൽ ഒരിക്കൽ പോലും കൺപോള കൂട്ടിയിരുന്നില്ല. പകൽ വിശപ്പറിഞ്ഞില്ല. രാമന്റെ തിരുമുഖം വീക്ഷിച്ച് ജനങ്ങൾ സന്തുഷ്ടരായപ്പോൾ ഭരതശത്രുഘ്നന്മാർ അതേ മുഖം നോക്കി
വ്യഥാപൂർണരായിരുന്നു. ഒരു സങ്കടവുമില്ല. അവർക്ക് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ആര് വ്യഥാപൂർണരായതെന്തേ? മറ്റേവരെ കൂടെ കൊണ്ടുവന്നവരുടെ ആ സങ്കടവും ഒക്കെ കണ്ടിട്ട് മനസ്സിൽ സങ്കടം ഉണ്ടായി ഇരിക്കുന്നു. അവർ വസിഷ്ഠനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമനെ സീതയോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അവർ പല രീതിയിലും തങ്ങളുടെ വേദന വെളിപ്പെടുത്തിക്കൊണ്ട് കുലഗുരുവിനോട് വളരെ ആത്മാർത്ഥമായി തുടരെ അഭ്യർത്ഥിക്കുകയാണ് ഭരതകുമാരൻ. ആദർശങ്ങളിൽ രാമനുള്ള വിശ്വാസദാർഢ്യം കുലഗുരുവിന് നല്ല പോലെ അറിയാം. രാമൻ ഇന്നല്ലല്ലോ കാണുന്നത് കുലഗുരു. സത്യബോധത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതിൽ രാമന്റെ കടുംപിടുത്തവും പിതാവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലുള്ള ഉറച്ച തീരുമാനവും കുലഗുരുവിന് ശരിക്കും അറിയാം. പക്ഷേ ഭരതന്റെ മുഖം കണ്ട് മനസ്സിളകി അദ്ദേഹം രാമനോടൊന്ന് പറഞ്ഞു നോക്കാൻ തീരുമാനിച്ചു. രാമനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിൽ ഒന്നുപോലും പരീക്ഷിച്ചു നോക്കാതെ വിട്ടിട്ടില്ല. ഇത് ഭരതന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം. അങ്ങനെ ശ്രീരാമചന്ദ്രനോട് അവർ പറയട്ടെ. പക്ഷെ ശ്രീരാമചന്ദ്രൻ മലകളിളകിലും ഭഗവാന്റെ മനസ്സ് വെക്കാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നുള്ളത് സത്യം. അങ്ങനെ അവർ പറയട്ടെ. ബാക്കി ഭാഗം നമുക്ക് നാളെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം. ഇന്നത്തെ ഭാഗം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും എന്റെ പൊന്നുണ്ണിക്കണ്ണന്റെയും ആധാരവിന്ദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് മംഗളം കോസലേന്ദ്രായ മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.